ഹായ് ഹലോ വെൽക്കം ടു ആൻ ഈവനിങ് ഇൻ മൈ ലൈഫ്. ഒരു ഈവനിങ് ആണ്, ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഫുഡ് പോയ്സണൊക്കെ അടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ കഴിഞ്ഞ് തലയൊക്കെ വട്ടു പിടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയിട്ട് പിള്ളേരൊക്കെ ഒന്ന് കളിപ്പിക്കാം, അവർ കളിക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോയി. അവിടെ സ്കേറ്റിംഗ് റിങ്ക് ഉണ്ട്, മാസ്റ്റർ ഉണ്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇതിനകത്ത് എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ. വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. എല്ലാവർക്കും 5 രൂപയുള്ളൂ അകത്ത് കയറാനായിട്ട് ഒരാൾക്ക് പെർ ഹെഡ്. പക്ഷേ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾ വന്ന് ഷട്ടിൽ കളിക്കാറുണ്ട്, ഞാൻ കാണിക്കാം ഷട്ടിൽ കളിക്കുന്ന ഇവിടെയാണ്. നല്ല ഡീസൻറ്റ് ക്രൗഡാണ്, നല്ല ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആൾക്കാർ വാക്കിംഗ് പോകുന്നുണ്ട്, കുട്ടികൾക്കൊരു ജിമ്മുണ്ട്, പേരൻസൊക്കെ സ്കേറ്റിംഗ് പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ വന്ന് കൊണ്ടാക്കിയിട്ട് പിക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് മാസ്റ്റർ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് പ്ലേസ്. ഈവനിങ് കുറേ നല്ല പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് വളരെ നല്ല. ഈ ഒരു ചെടി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. വൈറ്റ് ചെമ്പരത്തി എൻ്റെ അമ്മയുടെ ഓർമ്മയാണ്. അമ്മ കുറേ ചെമ്പരത്തി പൂക്കൾ നടുമായിരുന്നു വീട്ടിൽ. ഈ ഡസ്റ്റ്ബിന്നൊക്കെ ആൾക്കാർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ്, നമ്മൾ നിറയെ പ്ലേസിലും ഡസ്റ്റ്ബിൻ വെച്ചാലും ആരും അത് യൂസ് ചെയ്യാറില്ല. ഇവിടെ ഞാൻ ഒരു സ്ഥലത്ത് പോലും ഒരു പ്രാവശ്യം പോലും കുപ്പ ഒന്നും കണ്ടിട്ടില്ല. ആ കുട്ടി ബോൾ കളിക്കുന്നുണ്ട്, അവനത് പിടിക്കാൻ നോക്കുക, കിട്ടുന്നില്ല. നല്ല രസമുണ്ട് അത് കാണാൻ. മിസ്സിങ് മെമ്മറീസാണ് ഇതൊക്കെ. കുറേ പിള്ളേർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഗ്രീനറീസ് അടിപൊളി. ഇവിടെയാണ് ഞങ്ങൾ ഷട്ടിൽ കളിക്കുന്നത്. 1 ഹവറിന് 80 രൂപയാണ്. നമ്മൾ വരുന്ന ദിവസം കൊടുത്താൽ മതി, നമുക്ക് 1 അവർ പ്ലേ ചെയ്തിട്ട് പോകാം. മാസ്റ്റർ പഠിപ്പിച്ചും തരും. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നടന്നു വന്നപ്പോഴാണ് പുതുതായിട്ടൊരു ഓർഗാനിക് ജ്യൂസിൻ്റെ ഒരു ചെറിയ ഷോപ്പ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓവിൻ്റെ ഒരു അണ്ടറിലുള്ള ഒരു ജ്യൂസ് കടയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചില്ല, ഓൾറെഡി ഫുഡ് പോയ്സൺ അടിച്ച് ചത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതും കൂടെ വയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു, ഞാൻ കാണിക്കാവേ. ഇവിടെ വന്നിരിക്കുക, ഞാനത് പിന്നെ കാണിക്കാം. ഇവിടെ വന്ന് ഞാൻ ഇരിക്കാമെന്ന് വെച്ച് ഞാൻ പിന്നെ അവിടെ ഇരുന്നു. കാലിന് നല്ല പെയിൻ. ഇതൊരു സ്റ്റേജും ഗ്യാലറിയും പോലെയാണ്. ചെറിയൊരു സ്റ്റേജ് ഉണ്ട് അവിടെ. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസുകളും സാധനങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ബോൾ എൻ്റെ അടുത്തോട്ട് തന്നു നോക്കുന്നു ക്യാമറയ്ക്കകത്തോട്ട്. ചൈൽഡ്ഹുഡ് ഈസ് ഓൾവേസ് ചൈൽഡ്ഹുഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നടന്നിട്ട് എനിക്കിഷ്ടമാണ് ഒത്തിരി ചെടികളുള്ള സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞ അക്യുപഞ്ചറിന് വേണ്ടി 2-3 സെഷൻസ് അവർ പിരിച്ചിട്ടുണ്ട്. 8 അതിൽ നടക്കാം, അല്ലാതെ ഒരു സ്ക്വയർ പോലെ ഉണ്ട്, അതിനകത്തൂടെ നടക്കാം. എനിക്ക് കാല് വയ്യാത്തത് കൊണ്ട് ഞാൻ ഷൂ ഊരിയിട്ട് അതിൻ്റെ പുറത്തൂടെ നടന്നില്ല, അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് അതിൽ നടക്കാം. നല്ല പെബിൾസാണ് കേട്ടോ, റോക്സ് ഒന്നുമില്ല. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വന്ന് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ, ഫ്രൂട്ട്സ്, ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ച്. ഫ്രൂട്ട്സ് എല്ലാം കാലിയാണ്, കാരണം വയ്യാതെ പോയ കാരണം ഒന്നും വാങ്ങിച്ചിട്ടില്ല. പൈനാപ്പിൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. പേരയ്ക്ക തന്നെ എനിക്ക് എല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വരാൻ തുടങ്ങിയ പിന്നെ ഇപ്പോൾ ഇതാണ് കഴിക്കാറ്. ഇവിടെ പേരയ്ക്കയ്ക്ക് അധികം വിലയില്ല, ഈ ഓറഞ്ചിന് വലിയ വിലയില്ല. പക്ഷേ ഈ ഓറഞ്ചിന് നല്ല വിലയാണ്, നല്ല കോസ്റ്റ്ലിയാണ്. ഞാനൊരു 4 എണ്ണം മാത്രം ആഗ്രഹത്തിന് വേണ്ടി എടുത്തു, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കോസ്റ്റ്ലിയാണത്. പിന്നെ ക്യാപ്സിക്കം, ഓൾവേസ് ചിക്കൻ്റെ കൂടെ ഞാൻ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന ഒരു വെജിറ്റബിൾസാണ് ബീൻസ് ആൻഡ് ക്യാപ്സിക്കം. അത് രണ്ടും എടുത്തു. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് സാധാരണ കഴിക്കാറുള്ളത്. ഇപ്പോൾ പഴയ ഡയറ്റിലോട്ട് ഇനി വരണം, ഡയറ്റെല്ലാം തെറ്റിക്കിടക്കുകയാണ് വയറ് വയ്യാതെ പോയ കാരണം. ഈ പംകിൻ എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഈ സാധനം പെർസിമൻ എന്ന് പറയും, അത് നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള റൂറൽ എയർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അസർബൈജാനിന്ന്. അവിടുന്ന് അവർ അതിനകത്ത് പടച്ച് ജാമുണ്ടാക്കി ചെയ്യുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട് എന്താണെന്ന്. ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പം മനസ്സിലായി ഇതാണ്. നല്ല ടേസ്റ്റാണ്, ഒരു കരിമ്പിൻ്റെയൊക്കെ ഒരു മിക്സഡ് ടേസ്റ്റായിട്ടുള്ള ഒരു സാധനം. പിന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കി നമുക്ക് എന്താണ്, എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല എന്ത് സാധനമാണ് വാങ്ങിക്കേണ്ടത്. കുറേ ഇങ്ങനെ റാക്കിൽ കണ്ടു കഴിയുമ്പോഴേ ഓർമ്മ വരത്തുള്ളൂ, ഓക്കെ ഇത് വാങ്ങിക്കാം അത് വാങ്ങിക്കാം. ഈ ഫേസ് വാഷാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന കുറേ നാളുകളായിട്ട്, എനിക്ക് നന്നായിട്ട് യൂസ് ആകുന്നുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. ലാക്മിയുടെ സ്ട്രോബെറിയാണ്. പിന്നെ കുറേ ക്രോക്കറീസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു നൈസ് കോഫി മഗ്, ബ്ലാക്ക് കളർ, മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലാക്ക്.
ഒറ്റ കോഫി മഗ്ഗുള്ളൂ, 2 ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫുഡ് ബൗളും ഈ ബൗളും നല്ല ഭംഗിയുണ്ട്. അതിനൊക്കെ 85 റുപ്പീസേ ഉള്ളൂ. അത് ആണ് ഞാൻ ചൂസ് ചെയ്ത 2 സാധനങ്ങൾ അവിടുന്ന്. ചുമ്മാ റാൻഡമായിട്ട് എടുത്താണ്. പിന്നെ ഒരു ഫിൽറ്റർ വേണമായിരുന്നു. എൻ്റെ കോഫി ഫിൽറ്റർ, ടീ ഫിൽറ്റർ എല്ലാം പോയിരിക്കുകയാണ്. ജ്യൂസ് ഫിൽറ്ററാണ് കിട്ടിയത്, ടീ ഫിൽറ്റർ കിട്ടിയില്ല. കുറേ നാളായി തിരഞ്ഞെടുന്നൊരു സാധനമാണ് ഈ സ്ക്യൂസർ ലൈമിൻ്റെ. ഫ്രിഡ്ജിൽ നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്, എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇതൊക്കെ ഞാൻ ബാലിയിൽ വെച്ച് വെള്ളം കുടിക്കുന്നതിന് വരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന കുറേ സാധനങ്ങളാണ്. ഈ മുഗു, ദിസ് സ്മോൾ ആപ്പി ആൻഡ് ദിസ് വാട്ട് ഈസ് ദിസ് ലിച്ചി ജ്യൂസ് ആൻഡ് ഓൾ. സോ നമ്മൾ 11th ഫ്ലോറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മസ്കിറ്റോയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു മസ്കിറ്റോ എടുത്തു. പിന്നെ അവിടുന്ന് പതുക്കെ നടന്നു, മതിയാക്കി, ഷോപ്പിംഗ് കഴിഞ്ഞു. വന്നപ്പോഴാണ് ഗോലി സോഡ. ഇത് നമ്മുടെ നൊസ്റ്റ് സാധനമാണ്. എല്ലാ ഫ്ലേവറും ഉണ്ടായിരുന്നു. ഗ്രേപ്പ്, ഓറഞ്ച്, മാംഗോ, മൊജിറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല, വയറ് വയ്യാത്ത കാരണം ഒന്നും തന്നെ കഴിച്ചില്ല. കുറേ ദിവസങ്ങളായിട്ട് കഞ്ഞി മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് നോർമൽ എൻ്റെ ഡയറ്റിലോട്ട് പോകണം. ഞാൻ കഷ്ടപ്പെട്ട് ഡയറ്റ് എടുത്ത് വണ്ണം കുറയ്ക്കും, എനിക്ക് പെട്ടെന്ന് വോമിറ്റ് ഇതുപോലെ വരും. തിരിച്ച് വന്ന വഴിക്ക് ഞാൻ ഈ വണ്ടി കണ്ടു. ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി, ഒരുമാതിരി ജുറാസിക് പാർക്കിൽ കണ്ട പോലെ. വന്നു, ഫിഷിന് ഫുഡ് കൊടുക്കണം. എന്നെ കണ്ടപ്പോഴേക്കും ഫിഷ് എല്ലാം കൂടെ ഓടി മേലോട്ട് വന്നു. അതിൻ്റെ ഫുഡ് കൊടുക്കുന്ന കറക്റ്റ് ടൈം ആകുമ്പോൾ അത് അവിടോട്ട് വരും. അങ്ങനെ ഒരു പങ്ക്ച്വാലിറ്റി ഉള്ള ഫിഷാണ്, ഗപ്പിയാണ് എല്ലാം. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഫിഷിനെ അക്വേറിയത്തിൽ ഇങ്ങനെ കാണാൻ. എൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യാറായി, പക്ഷേ എവറി 1 വീക്ക് വൺസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, വാട്ടർ കുറച്ച് സ്പോയിലായിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചതാണ്, അത് ചാടി പുറത്ത് പോകുമോ എന്നൊരു പേടി, അതുകൊണ്ട് മൂടി വെച്ചതാണ്. ഞാൻ വിളക്കത്ത് വയ്ക്കുന്ന പൂക്കളൊന്നും കളയില്ല. ഞാൻ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വിൻഡോയുടെ സൈഡിൽ ഇങ്ങനെ വെക്കും. 2 ദിവസം കാണാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ്. ഇത് എൻ്റെ വീട്ടിൽ നമ്മുടെ ബാൽക്കണിയിൽ വന്ന ജാസ്മിനാണ്. ഇതിന് നിത്യകല്യാണി എന്നാണ് പറയുന്നത്. നല്ല സ്മെല്ലാണ്. പക്ഷേ 1 hour 2 hour ഇതിൻ്റെ സ്മെല്ല് വിരിഞ്ഞ് കഴിഞ്ഞ് കാണത്തുള്ളൂ, പിന്നെ കാണില്ല. അത് ഈവനിങ് ഒരു 7 മണി 7:45 വിരിയും. അത്ര സമയം അതിൻ്റെ ആയുസ് കാണത്തുള്ളൂ. പക്ഷേ ഭയങ്കര ഭംഗിയുള്ള, എന്നും പൂ തരുന്ന ഒരു ചെടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും എനിക്ക് കുറേ മെമ്മറീസ് കണക്റ്റഡ് ആണ്, ഈ ഒരു പൂക്കളും ഈ ഒരു ചെടിയും പൂവൊക്കെ ആയിട്ട്. ഇത് ഞാൻ പറിച്ച് എല്ലാ ദൈവങ്ങൾക്കും ഇങ്ങനെ വീതിച്ച് കൊടുക്കും, കുറച്ചായിട്ട്. ഗണപതിക്ക് കുറച്ച് കൊടുക്കും, ഒരു 2 പൂ കൃഷ്ണന് കൊടുക്കും. അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊണ്ട് വയ്ക്കും. ബുദ്ധനെ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ബുദ്ധൻ ഒരു പീസിൻ്റെ സിമ്പൽ പോലെ ഇങ്ങനെ തോന്നും, ഫേസ് കാം ആൻഡ് ക്വയറ്റായിട്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. കൃഷ്ണൻ ഓൾവേസ് മൈ ഫേവറേറ്റ്. കൃഷ്ണനെ കൊടുത്ത് ഈ കൃഷ്ണൻ്റെ അടുത്ത് വർഷങ്ങളായിട്ടുള്ള കൃഷ്ണനാണ്. ഞാൻ ഒത്തിരി സ്പിരിച്വലായിട്ടുള്ളൊരു പേഴ്സണാണ്. മാതാവിന് ഇത് സെൻറ്റ് തോമസ് മൗണ്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ലേഡി ഓഫ് എക്സ്പെക്റ്റേഷൻ എന്നാണ് പേര്. പിന്നെ നമുക്കൊന്ന് വാക്കിംഗ് പോകാമെന്ന് വെച്ച് ഇറങ്ങി. ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട്, ഡിന്നർ ഞാൻ എടുത്തില്ല, കാരണം കഞ്ഞി കഴിക്കുന്ന കാരണം എന്തെടുക്കാനാണ്, ഒന്നും എടുത്തില്ല. വാക്കിംഗ് വന്നു. ഇവിടെ എല്ലാവരും വാക്കിംഗ് ഇറങ്ങുന്ന ഒരു സമയമാണ് 10 മണി 10:30 ചുമ്മാ നല്ലതായിരിക്കും, കുറച്ച് നല്ല കാറ്റും, കുറച്ച് ആൾക്കാരെ കാണാം. കൂട്ടത്തിൽ കുറേ ഡോഗ്സും അതിൻ്റെ ഫ്രണ്ട്സും. ഇവർക്ക് നല്ല രസമല്ലേ ഇതുങ്ങളെ കാണാം. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. കുറേ ചെടികളുണ്ട് ഇവിടെ. നല്ല കാറ്റ് കിട്ടും നമുക്ക് നടന്നു വരുമ്പോഴേക്കും. എല്ലാവരും സംസാരിക്കാനും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും റിലേറ്റീവ്സിനെ മീറ്റ് ചെയ്യാനും ഒക്കെ വരുന്നൊരു സമയമാണ് 10 to 11 o'clock എന്ന് പറയുന്നത്. ഞാനൊരു 2 റൗണ്ട് നടക്കും. 2 റൗണ്ട്. ഈ ചെടി ഞാൻ 4th 5th പഠിക്കുമ്പോൾ അമ്മയുടെ കൂടെ
സ്കൂളിൽ പോകുന്ന സമയത്ത് വേലിയിലൊക്കെ കണ്ടിരുന്ന പൂവാണ്. ഇവിടെ ഇപ്പോൾ അത് ഗാർഡനിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ആ പൂക്കളൊക്കെ കാണാനായിട്ട്. എനിക്ക് ചെടികൾ പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു, അങ്ങനെ വേണം പറയാൻ. എൻ്റെ ഹെയറിൽ ഞാൻ കുറച്ച് ഹെയർ സ്പൈക്കുള്ള ക്രീമൊക്കെ ഇട്ടിട്ടാണ് ഷോപ്പിങ്ങിനും പാർക്കിലുമൊക്കെ പോയത്. ഇനി അതൊക്കെ ഇന്ന് നാളെ രാവിലെ എഴുന്നേറ്റ് കഴുകി വൃത്തിയാക്കണം. ഞാൻ അടുത്തൊരു ബ്യൂട്ടി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്കിൻ കെയർ നോക്കട്ടെ, എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. മുടിയൊക്കെ ഒന്ന് കോരി നോക്കി. ഞാൻ ഫ്രണ്ട്സിനെ ഇടയ്ക്ക് മീറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ അവരുടെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം അവർക്കൊന്നും അങ്ങനെ വീഡിയോയിൽ വരാൻ, എനിക്ക് മറ്റുള്ളവർ പ്രൈവസിയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സോ ഇന്നത്തെ ദിവസം അതോടെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറി പോവുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വിശേഷം? എനിക്ക് കമൻറ്റ് ചെയ്തായിരിക്കും. നമ്മുടെ ഇവിടെ ഫുള്ള് CCTV സർവൈലൻസ് ആണ്. ഇത് മാർഗഴി മാസം ആയതുകൊണ്ട് എല്ലാവരുടെയും വീടിൻ്റെ വാതിൽക്ക് ഒരു വിളക്കുണ്ടാവും. ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ ഇന്ന്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു.